ജോലി കഴിഞ്ഞ് വീടെത്തിയപ്പോഴത്തേനും ഭയങ്കര വിശപ്പ്. എനിക്കാണെന്നുണ്ടെങ്കിൽ വിശപ്പ് കൂടപ്പിറപ്പാണ് താനും. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുക ഈസി ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് ബ്രെഡ് ഒന്ന് വറുത്തെടുക്കാനാണ് കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേലെയൊക്കെ ഞാൻ നെയ്യ് തേച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നല്ല നേരം ആദ്യത്തെ ബ്രെഡ് നല്ല അസലായിട്ട് കരിഞ്ഞു. ശരി സാരില്ല, രണ്ടാമത്തെ ബ്രെഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അതും കരിഞ്ഞു. മൂന്നാമത്തെ ബ്രെഡിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. സാരില്ല, നമ്മൾ തളരരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത സെറ്റ് ഓഫ് ബ്രെഡ് പൊരിക്കാനിട്ടു. അതും അതുപോലെ തന്നെ മൊരിഞ്ഞു. പക്ഷേ ഇതിലൊന്നും എന്നെ തളർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കരിഞ്ഞ പോർഷനൊക്കെ ഒന്ന് എന്താ പറയുക പിച്ചി കളഞ്ഞിട്ട് അതിനൊന്ന് ക്യൂബായിട്ട് മുറിച്ചെടുത്തു. ആക്ച്വലി ക്യൂബൊന്നും ആയില്ല കേട്ടോ. അവസാനം ഞാൻ അങ്ങ് പിച്ചി ഇടുക ചെയ്തത്. എന്നിട്ട് നമ്മൾ അതേ പാനിലോട്ട് തന്നെ എണ്ണ വെച്ചിട്ട് ഒരു സവാള ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ ഇളക്കി. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതേ സവാളയിലോട്ട് ഇട്ട് നന്നായിട്ട്, അതായത് നന്നായിട്ട് അങ്ങനെ വെന്ത് വരണം, എന്നാലേ നമ്മുടെ ബ്രെഡിലൊക്കെ പിടിക്കുള്ളൂ. ഇനി വേറൊരു കൂട്ടുണ്ട്. സവാള അങ്ങനെ മൊരിഞ്ഞ് വരണ സമയം കൊണ്ട് 1.5 തക്കാളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ഇട്ടിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തതൊന്നും ക്ലിയർ ആയില്ല. ശരിക്കും നല്ല വെള്ളം പോലെ അടിയണമായിരുന്നു. അതിന് ചെറിയ മിക്സിയിലിട്ടിട്ടായിരുന്നു അടിക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് കാണാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു മിക്സി ഇട്ട് അടിച്ച് ഈ സാധനമൊക്കെ ഈ സവാളയ്ക്കകത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മുട്ടയും കൂടെ ഇരുന്നോട്ടെ, ആഡംബരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് വീണ്ടും ഇളക്കി കൊടുത്തു. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഈവനിങ് സ്നാക്ക് മാത്രമല്ല കേട്ടോ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയോ അല്ലാന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് ലഞ്ചിന് കൊടുത്തു വിടാനുള്ള റെസിപ്പിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റി മുട്ടയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കിയ ശേഷം വളരെ കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ അവിടെ ക്യൂബാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിനകത്തിട്ട് വീണ്ടും നന്നായിട്ട് ഈ ബ്രെഡിൽ മസാല പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ ഞാനിതൊന്ന് മൂടി വെച്ചു കേട്ടോ. മൂടി വയ്ക്കുമ്പോഴത്തേനുമാണ് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് ഈ സംഭവത്തിനെ മാറ്റി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. പക്ഷേ അതില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ തൈര് കൂട്ടിയിട്ടാണ് കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ.